മാസപ്പടി കേസിൽ CMRL MD അടക്കം 4 പേർ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായേക്കും. CMRL MD ശശിധരൻ കർത്ത, ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു എന്നിവരോടാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ്. അങ്ങനെ CMRL പ്രധാനപ്പെട്ട അവിടുത്തെ ആളുകളെല്ലാം ഇന്ന് ഇപ്പോൾ ഹാജരാകുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണല്ലോ. എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങൾ? ഈ CMRL മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എന്ന കാര്യത്തിൽ ഇനി സംശയങ്ങൾ ഏതും വേണ്ട. നേരത്തെ അതിൽ പേര് പരാമർശിച്ചിരുന്ന ഈ CMRLന്റെ ഡയറിയിൽ പേര് പരാമർശിച്ചിരുന്ന മറ്റു ചിലർക്കെതിരെ കൂടി അന്വേഷണമുണ്ട് എന്ന് വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അത് ശരിയല്ല. നിലവിലിപ്പോൾ CMRL ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന CMRLന്റെ ഉദ്യോഗസ്ഥരോടും അതിന്റെ ശശിധരൻ കർത്ത അതിന്റെ MDയോടും പറഞ്ഞിരിക്കുന്നത് വീണ വിജയനെതിരായ രേഖകൾ ഇന്ന് ഹാജരാക്കാനാണ്. മറ്റു കൂടുതൽ രേഖകളൊന്നും തന്നെ അവരോട് ചോദിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കൃത്യമായി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയാണ് ഈ മാസപ്പടി കേസിൽ അന്വേഷണം നടക്കുന്നത് എന്നുള്ളതാണ്. CMRLന്റെ MD, അതോടൊപ്പം CMRLന്റെ CFO, സീനിയർ IT ഓഫീസർ, മാനേജർ എന്നിവരടക്കം മൊത്തം 4 പേരാണ് ഇന്ന് 10:30 ED ഓഫീസിൽ, കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകേണ്ടത്. കഴിഞ്ഞ ദിവസം ഇവരെ ഈ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും അവർ എത്തിയിരുന്നില്ല. ഹൈക്കോടതിയിലേക്ക് പോയി. അവിടെ എത്തി ഇത് നിയമവിരുദ്ധമാണ് ഈ അന്വേഷണം എന്ന് പറയാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ ഹൈക്കോടതി ആ വാദം തള്ളിക്കളഞ്ഞു. ഇവരോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഹാജരാകുമോ അതോ മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകുമോ എന്നറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. 10:30 അറിയാം ഇവരെത്തുമോ ഇല്ലയോ എന്ന്. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 10:30 ആകുന്നതോടുകൂടെ ഇവര് കോടതിയിൽ എത്തുമോ ഇല്ലയോ എന്ന കാര്യത്തിലൊരു വിവരം നമുക്ക് ലഭിക്കും.